20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധം. 8 വർഷത്തോളം നീണ്ട ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തെയും രാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. 1979-ൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടം പുറത്താക്കപ്പെടുകയും ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ മതഭരണകൂടം അധികാരത്തിൽ വരികയും ചെയ്തതാണ് ഈ സംഘർഷത്തിന്റെ പ്രധാന പശ്ചാത്തലം. ഇറാഖിലെ അന്നത്തെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഇറാന്റെ വിപ്ലവ വീര്യം തന്റെ രാജ്യത്തെ ഷിയാ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കുമെന്നും അത് തന്റെ ഭരണത്തിന് ഭീഷണിയാകുമെന്നും ഭയപ്പെട്ടു. കൂടാതെ പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഷാറ്റ് അൽ അറബ് എന്ന ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം നേടിയെടുക്കാനും അയൽ രാജ്യമായ ഇറാന്റെ എണ്ണസമ്പന്നമായ മേഖലകൾ കൈക്കലാക്കാനും സദ്ദാം ലക്ഷ്യമിട്ടു. 1980 സെപ്റ്റംബർ 22-ന് ഇറാഖ് വിമാനങ്ങൾ ഇറാന്റെ പ്രധാന വ്യോമകേന്ദ്രങ്ങളിൽ ബോംബിട്ടതോടെയാണ് യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചത്. തൊട്ടുപിന്നാലെ ഇറാഖി കരസേന അതിർത്തി കടന്ന് ഇറാനിലേക്ക് ഇരച്ചുകയറി. വിപ്ലവത്തിനു ശേഷമുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ തളർന്നു നിൽക്കുന്ന ഇറാനെ എളുപ്പത്തിൽ കീഴടക്കാമെന്നായിരുന്നു സദ്ദാമിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ തുടക്കത്തിൽ ചില വിജയങ്ങൾ നേടിയെങ്കിലും ഇറാഖ് വിചാരിച്ചതുപോലെ ഇറാൻ പെട്ടെന്ന് കീഴടങ്ങിയില്ല. മറിച്ച് മതപരമായ ആവേശം ഉൾക്കൊണ്ട ലക്ഷക്കണക്കിന് ഇറാനിയൻ യുവാക്കൾ സന്നദ്ധ സേവകരായി യുദ്ധമുന്നണിയിലേക്ക് ഒഴുകിയെത്തി. ഇത് ഇറാഖിന്റെ മുന്നേറ്റത്തെ തടയുകയും യുദ്ധം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തു. 1982 ആയപ്പോഴേക്കും ഇറാൻ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുകയും യുദ്ധം ഇറാഖിന്റെ മണ്ണിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങൾ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ പോരാട്ടങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ രീതിയിൽ ട്രെഞ്ചുകൾ കുഴിച്ചുള്ള യുദ്ധമുറകളും നേരിട്ടുള്ള കടന്നാക്രമണങ്ങളും ഇരുവശത്തും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ഇറാൻ തങ്ങളുടെ മനുഷ്യശേഷി ഉപയോഗിച്ച് വൻതോതിലുള്ള ഹ്യൂമൻ വേവ് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇറാഖ് സോവിയറ്റ് യൂണിയനിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിട്ടു. ഈ യുദ്ധത്തിന്റെ ഏറ്റവും കറുത്ത വശം ഇറാഖ് വ്യാപകമായി രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്നതാണ്. ഇറാനിയൻ സൈനികർക്ക് നേരെയും സ്വന്തം രാജ്യത്തെ കുർദിഷ് ജനതയ്ക്ക് നേരെയും മാരകമായ വിഷവാതകങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. ഹലബ്ജ നഗരത്തിൽ നടന്ന രാസായുധ ആക്രമണത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. യുദ്ധം കരയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പേർഷ്യൻ ഗൾഫിലൂടെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെ ഇരു രാജ്യങ്ങളും ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഇത് ടാങ്കർ വാർ അഥവാ ടാങ്കർ യുദ്ധം എന്നറിയപ്പെട്ടു. ഇത് ആഗോള എണ്ണ വിപണിയെ